CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPIMന്റെ രാഷ്ട്രീയ ലൈൻ ഇന്നറിയാം. കർഷക സമരവും മറ്റും പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ നേടാനും ജയിക്കാനും സഖ്യം അനിവാര്യമാണെന്നാണ് വിവിധ സംസ്ഥാന ഘടകങ്ങൾ ചർച്ചയിൽ പറഞ്ഞത്. സംസ്ഥാനത്തെ സർക്കാർ ഗവർണർ പോരും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. ആർ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ആർ ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ബീഹാറിൽ മഹാസഖ്യം പിരിഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണി ശക്തിപ്പെടേണ്ടതിന്റെ, സഖ്യങ്ങൾ ബലപ്പെടുത്തേണ്ടതിന്റെ ഒരു സാഹചര്യം ദേശീയ തലത്തിൽ നിൽക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്? രാഷ്ട്രീയ ലൈൻ എങ്ങനെയായിരിക്കും? ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്നലെ ആരംഭിച്ച CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട. ഓരോ സംസ്ഥാനങ്ങളിലെയും പൊതു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകമായി വിലയിരുത്തുന്ന ചർച്ചകളാണ് ഇന്നലെ നടന്നത്. ഈ ചർച്ചയിലാണ് രാഷ്ട്രീയ സഖ്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ അനിവാര്യമാണ് എന്ന വാദഗതി വിവിധ സംസ്ഥാന ഘടകങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായും ഈ വാദഗതിയുടെ പ്രയോക്താക്കളായി വന്നത് മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഘടകങ്ങളാണ്. മഹാരാഷ്ട്രയിൽ 2 സീറ്റുകളിൽ മത്സരിച്ചാൽ പാർട്ടിക്ക് വിജയസാധ്യതയുണ്ട്. കർഷക സമരവും മറ്റും മൂലം അവിടെ സംഘടനാ ശക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടുന്നതിനും ഒപ്പം തന്നെ വിജയിക്കുന്നതിനും രാഷ്ട്രീയ സഖ്യങ്ങൾ അനിവാര്യമാണ്. പ്രദേശത്തെ മതനിരപേക്ഷ BJP വിരുദ്ധ ശക്തികളുമായി സഖ്യമുണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കോൺഗ്രസ് ആയാൽ കോൺഗ്രസുമായി, അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക കക്ഷികളാണെങ്കിൽ അവരുമായി സഖ്യമുണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ ഘടകങ്ങൾ പ്രകടിപ്പിച്ചത്. ഇത് തമിഴ്നാട്ടിലെ DMK സർക്കാരുമായി ഉണ്ടാക്കിയ DMKയുമായി ഉണ്ടാക്കിയ ധാരണ പോലെയുള്ളൊരു ധാരണ ഉണ്ടായാൽ അത് പാർട്ടിക്ക് കൂടി ഗുണകരമായിട്ടുള്ള ഒരു സഖ്യമായി മാറുമെന്നും പലരും ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഇത്തരത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഇന്ന് ചർച്ച അന്തിമമാകും. അപ്പോഴായിരിക്കും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈൻ എന്താണ്, സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട പൊതു മാർഗനിർദ്ദേശം എന്താണ്, പൊതുവായിട്ടുള്ള ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എടുക്കേണ്ട രാഷ്ട്രീയ ലൈൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരിക. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷികളുമായും മതനിരപേക്ഷ ശക്തികളുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാം എന്ന നിലയ്ക്കാണ് പോകുന്നത്. എന്നാൽ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഈ കോൺഗ്രസുമായുള്ള സഖ്യം, കോൺഗ്രസ് മുന്നണിയുമായുള്ള സഖ്യം പ്രായോഗികമല്ല എന്ന് പറയുന്നു. കാരണം UDF ഈ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേരാൻ ഇപ്പോഴും കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തൃണമൂലുമായി സഖ്യം ചേർന്നുള്ള ഒരു നടപടിക്കും തങ്ങളില്ല എന്ന് ബംഗാൾ ഘടകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ത്രിപുരയിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വീതമെപ്പ് ഫോർമുല വരുമ്പോൾ അത് CPIMന് ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ് സഖ്യം ദോഷം ചെയ്യും. അതിന് പകരം ത്രിപുരയിലെ മറ്റ് പുതിയ പാർട്ടികളുമായി, ട്രൈബൽ പാർട്ടികളുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ് എന്ന വികാരമാണ് ത്രിപുരയിൽ നിന്നുള്ള CPIMന്റെ നിലപാട് എന്താണ്, ഈ ഇന്ത്യ മുന്നണിയിൽ എടുക്കേണ്ട നിലപാട് എന്നടക്കം നമുക്കറിയാൻ സാധിക്കും. എങ്ങനെയൊക്കെ സഖ്യം